ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം, വെൽക്കം ബാക്ക് ടു ഹിന്ദി. മക്കളെ, ബാബു സാറാണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമാസ് എന്ത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ പാർട്ട് 1. ഇത് അതിൻ്റെ പാർട്ട് 2 ആണ്. എന്താണ് സമാസ്? രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സമാസ്. അങ്ങനെ ചേർത്തുണ്ടാക്കുന്ന വാക്കിനെയാണ് നമ്മൾ സാമാസിക പദം അഥവാ സമസ്ത പദം എന്ന് പറയുന്നത്. ഇവയ്ക്ക് ഈ സമാസത്തിന് 6 ഭേദങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് അവ്യഭാവ് സമാസ്, അതുപോലെ തന്നെ തത്പുരുഷ സമാസ്, കർമ്മധാരി സമാസ്, ദിഗു സമാസ്, ദ്വന്ദ്വ സമാസ്, ബഹുവ്രീഹി സമാസ്. 6 ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ ആദ്യത്തെ 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ 3 അവ്യഭാവ് സമാസം, തത്പുരുഷ സമാസം, കർമ്മധാരി സമാസം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ദിഗു സമാസ്, ദ്വന്ദ്വ സമാസ്, ബഹുവ്രീഹി സമാസ്. എളുപ്പമാണ്, ഈസിയാണ്. നമുക്ക് എങ്ങനെയാണെന്ന് പഠിക്കാൻ നോക്കൂ മക്കളെ. അപ്പം നമുക്ക് ദിഗു സമാസത്തിലേക്ക് പോവാം. നോക്കൂ, ഇതിന്റെ ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവർ അത് കണ്ടിട്ടേ ഇത് കാണാം കേട്ടോ. ദിഗു സമാസ് എന്താണ്? ദിഗു സമാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാം. അതിന്റെ അർത്ഥം നോക്കും. ജി സമസ്ത പദ്ക, ഏതൊരു സമാസം ചെയ്തതിന് ശേഷം കിട്ടാവുന്ന വാക്കിനെയാണോ പഹല പദ് സംഖ്യാവാചക ഹോത്താ ഹേ, അതായത് രണ്ടോ അതിലധികമോ വാക്കുകൾ ചേർത്തുണ്ടാക്കി സമാസം ചെയ്ത് കിട്ടുന്ന സമസ്ത പദത്തിന്റെ ആദ്യ ഭാഗം എന്താണ്? സംഖ്യാവാചക ഹോത്താ ഹേ, ഉസേ ദിഗു സമാസ് കഹത്തെ ഹേ. സംഖ്യാവാചക ആണെങ്കിൽ അതിനെ നമ്മൾ ദിഗു എന്ന് പറയും. ദിഗു എന്ന് പറയുമ്പോൾ എണ്ണം ഓർമ്മ വരണം. ഉദാഹരണം നമുക്ക് നോക്കാം. നോക്കൂ, ദിഗു സമാസത്തിന് ഉദാഹരണം തന്നാൽ നോക്കൂ. രണ്ടോ അതിലധികമോ പദങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ സാധനമാണ് ഇത്. ഇതിനെ നമ്മൾ സാമാസിക പദം, സമസ്ത പദം എന്ന് പറയും. അതിൽ ആദ്യ പദം എണ്ണത്തെ സൂചിപ്പിക്കണം, എന്നാൽ അത് ദിഗു സമാസമായിരിക്കും. അപ്പോൾ ഒരു സെന്റൻസിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വാക്ക് തന്നിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് ഏത് സമാസമാണെന്നാണ് ചോദിക്കുക. അപ്പോൾ കേവലം ഒരു വാക്കല്ല തരിക, ചിലപ്പോൾ സെന്റൻസ് ആയിരിക്കും, ചിലപ്പോൾ ഒരു വാക്കായിരിക്കും തരിക. നോക്കൂ, സെന്റൻസ് ഒന്നും ചോദിക്കാറുണ്ട്, വാക്ക് മാത്രം തന്നിട്ടും എന്ത് സമാസമാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പൂർവ്വപദം, അതിൻ്റെ സമാസിക്കുന്നതിന് മുൻപുള്ള അവസ്ഥ എന്ത് എന്നുള്ള വാക്കുകളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരണം. ഓക്കെ, യെസ്. ചിലപ്പോൾ ഈ വാക്ക് തന്നതിന് ശേഷം ആൻസർ ഇങ്ങനെ ദിഗു തന്നതിന് ശേഷം ചോദിക്കും ഇതെന്ത് സമാസമാണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് എണ്ണമാണ് ആദ്യം വരുന്നതെങ്കിൽ ദിഗു സമാസമാണ്. നോക്കൂ, ദ്വിപദ് എന്ന് പറഞ്ഞാൽ ദോ പദവും കാ സമാഹാർ, 2 വാക്കുകൾ കൂടി ചേർന്നാൽ അതിനെ നമുക്ക് ദ്വിപദം എന്നാണ് പറയുക. അങ്ങനെ കിട്ടുന്ന സമസ്ത പദത്തിന്റെ ആദ്യ വാക്ക് 2 എന്നർത്ഥം വരുന്നുണ്ടെങ്കിൽ അത് എന്താണ്? ദ്വിഗു സമാസമാണ്. തീൻ ഫലവും കാ സമാഹാർ, 3 ഫലങ്ങൾ കൂട്ടിച്ചേർന്നതാണ്. 3 ഫ്രൂട്ട്സുകൾ, 3 ഫലങ്ങൾ കൂട്ടിച്ചേർന്നുണ്ടാകുന്നതിന് നമ്മൾ ത്രിഫല എന്ന് പറയും. ത്രിഫല, അത് ശരിക്കും കടുക്ക, താനിക്ക, നെല്ലിക്ക, ഇതാണ് ത്രിഫല. ഓക്കെ, ത്രിഫല എന്ന് പറയും. ഇതിന്റെ തുടക്കത്തിൽ 3 എന്നുണ്ട്, എണ്ണത്തെ സൂചിപ്പിക്കുന്നു, അത് ദിഗു സമാസമാണ്. തീൻ രംഗവും വാല, 3 കളറുള്ളത് എന്ന 2 അതിലധികമോ വാക്കുകൾ കൂട്ടിച്ചേർത്ത് നമുക്ക് സമാസിച്ചാൽ കിട്ടുന്ന സമസ്ത പദം അഥവാ സാമാജിക പദം എന്താണ്? സാമാസിക പദം തിരങ്ക എന്നതാണ്. തീൻ രംഗവും വാല, 3 കളറിലും തിരങ്ക എന്നാണ്. നമ്മുടെ ദേശീയപതാക തിരങ്കയാണ് അല്ലേ? ആ തിരങ്കയിൽ ആദ്യത്തെ വാക്ക് തീ ആണ്. അത് തീൻ എന്നുള്ളതിന്റെ ഷോർട്ടാണ്, എണ്ണത്തെ സൂചിപ്പിക്കുന്നു. തീൻ കോണോങ്ക സമാഹാർ, 3 കോണുകളുടെ സമാഹാരത്തെ നമ്മൾ എന്ത് പറയും? ത്രികോൺ എന്ന് പറയും. അതിൽ എണ്ണത്തെ സൂചിപ്പിക്കുന്നു 3. ചാർ ആനോം കാ സമൂഹ്, 3 ചാർ എന്ന 4, ചാർ അണോം കാ സമൂഹ്, 4 അണകളുടെ സമൂഹത്തെയാണ് ചവന്നി എന്ന് പറയുന്നത്. ചവന്നി. ഓക്കെ, യെസ്. ഇനി അടുത്തത് ചാർ കോണോം കാ സമൂഹ്, 4 കോണുകളുടെ സമൂഹമാണ് ചതുഷ്കോൺ. അതിൻ്റെ അകത്ത് ചതുഷ് എന്ന് പറയുന്ന 4 എണ്ണത്തെ സൂചിപ്പിക്കുന്നു. 5 വാദ്യവും കാ സമൂഹ്, 5 വാദ്യങ്ങളുടെ സമൂഹത്തെ നമ്മൾ പഞ്ചവാദ്യം എന്ന് പറയും. ഈ വാക്കുകളിലൊക്കെ ദ്വിപദ്, ത്രിഫല, തിരങ്ക, ത്രികോൺ, ചവന്നി, ചതുഷ്കോൺ, പഞ്ചവാദി എന്നുള്ളത് ഈ വാക്കുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ്. അങ്ങനെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതിൽ ആദ്യത്തെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് വരുന്നതെങ്കിൽ ഇതിനെ നമ്മൾ ദിഗു സമാസം എന്നാണ് പറയുക. എളുപ്പമാണ്. അപ്പൊ കുറച്ചുകൂടി ഉദാഹരണം നോക്ക്. ദിഗു സമാസത്തിന് മറ്റു ഉദാഹരണം. ച കോണോം ക സമൂഹ്, 6 കോണുകളുടെ സമൂഹം. ഷഡ് കോൺ, ഷഡ് എന്ന് പറയുന്നത് 6 ആണ്. 7 ദിനോം ക സമൂഹ്, 7 ദിവസങ്ങളുടെ സമൂഹം. സപ്താഹ്, അതിന് സപ്താഹം എന്ന് പറയും. 7 ദിവസങ്ങൾ ഒന്നിച്ചേർന്ന് ചില അടുത്ത സപ്താഹ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവില്ലേ, അത് സപ്താഹ് എന്ന് പറയുന്നത് 7 ആണ്. 7 എന്നുള്ളത്. 8 അണോം ക സമൂഹ്, 8 അണകൾ ചേർന്നാൽ നമ്മൾ അഠന്നി എന്ന് പറയും. 8 അണ. ഓക്കെ, യെസ്. അടുത്തത് നൗ ദിനോം കാ സമൂഹ്, 9 ദിവസങ്ങളുടെ സമൂഹമാണ്. നവരാത്രി നമ്മൾ നടത്താറുണ്ട്, കേൾക്കാറും കാണാറൊക്കെ അല്ലേ നവരാത്രി. അത് നവ് എന്ന് പറഞ്ഞാൽ 9 ആണ്. നൗ ഗ്രഹോം കാ സമൂഹ്, 9 ഗ്രഹങ്ങളുടെ സമൂഹത്തിന് നമ്മൾ പറയുന്ന പേരാണ് നവഗ്രഹ എന്ന്. അത് 9 ആണ്. 10 അവതാർ ജോ കാഹേ, 10 അവതാരം എന്താണോ അതിന് നമ്മൾ ദശാവതാരം എന്ന് പറയും, ദശാവതാരം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ആദ്യ ഭാഗം എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ 2 അതിലധികമോ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് സമസ്ത പദം ഉണ്ടാകുമ്പോൾ
വരുമ്പോൾ ആ സമസ്ത പദത്തിന്റെ ആദ്യ ഭാഗം എണ്ണത്തെ സൂചിപ്പിച്ചാൽ അത് ദ്വിഗു സമാസായിരിക്കും. അപ്പൊ നമ്മൾ ഒരുപാട് ഉദാഹരണം പറഞ്ഞു. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ നമുക്ക് ദ്വന്ദ്വ സമാസാണ്. ദ്വന്ദ്വ സമാസ് അതെങ്ങനെയാ നോക്കൂ. ജിസ് സമസ്ത പദവും കെ ദോനോം പദ് പ്രധാനത്തെ, ആ സമസ്ത പദത്തിലെ രണ്ട് പദങ്ങൾക്കും പ്രാധാന്യമായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചൊരു നീലകമൽ, പക്ഷെ അതിൽ ഒന്ന് വിശേഷണമാണ്, ഒന്ന് നൗണാണ്. ഒന്ന് അഡ്ജക്റ്റീവാണ്, ഒന്ന് നൗണാണ്. എന്നാൽ ഇവിടെ അഡ്ജക്റ്റീവും ആയിരിക്കില്ല, നൗണും ആയിരിക്കില്ല, രണ്ട് വാക്കിനും തുല്യ പ്രാധാന്യം വരണം. നോക്കൂ, ദ്വന്ദ്വ സമാസ് ജിസ് സമസ്ത പദ് കെ ദോനോം പദ് പ്രധാന ഹോത്താ ഹെ ഉസെ ദ്വന്ദ്വ സമാസ് കഹത്തെ ഹെ. അവിടെ എന്ത് സംഭവിക്കും? ഇസ്മേ സമസ്ത പദ് ബനാത്തെ സമയം, ഇത് സമസ്ത പദങ്ങൾ ഉണ്ടാക്കുമ്പോൾ, രണ്ടോ അതിലധികമോ വാക്കു ചേർത്താണ് സമസ്ത പദം ഉണ്ടാക്കുമ്പോൾ ശബ്ദ ഔർ കാ ലോബ് ഹോത്തെ, ഔർ എന്ന സാധനം ഇല്ലാതെ പോകും. ഫോർ എക്സാമ്പിൾ നോക്കൂ മക്കള്, മാതാ ഔർ പിത, ഇവിടെ ആരെയും വിശേഷിപ്പിച്ചിട്ടില്ല. ഓക്കെ, നീൽ കമൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു നീല വിശേഷണമായിരുന്നു. ഇവിടെ രണ്ടും നൗൺ തന്നെയാണ്, രണ്ടും നൗണാണ്. ഇവിടെ വിശേഷണമല്ല, ഇത് നൗണാണ്, ഇത് നൗണാണ്. ഓക്കെ, അല്ലാതെ അമ്മയെ പോലുള്ള അപ്പൻ എന്നല്ല ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് നൗണാണ്, ഇത് നൗണാണ്. ഈ രണ്ട് നൗണുകൾ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ അവർ ലോപിച്ചു പോകുന്നു. അതിൽ ഏതിനാ പ്രാധാന്യം? രണ്ടിനും പ്രാധാന്യം. മാതാ ഓർ പിത ഒന്നിച്ചാൽ മാതാപിത, രണ്ടിനും ഈക്വൽ സ്ഥാനം. പപ്പ സോറി പാപ് ഓർ പുണ്യ, പാപവും പുണ്യവും എന്തായി? പാപ പുണ്യം. ഹാനി ഓർ ലാഭ്, ഹാനി ലാഭ്. സുഖ് ഓർ ദുഃഖ്, സുഖ ദുഃഖ്. നവ് ഓർ കുഷ്, സോറി ലവ് ഓർ കുഷ്, ലവ കുഷ്. ഓക്കെ, ലവ് ഓർ കുഷ്, ലവ കുഷ്. മനസ്സിലായോ? യെസ്. ഇതിൽ രണ്ട് വാക്കുകൾക്കും ഈക്വൽ പ്രാധാന്യമാണ്. എന്നാൽ ഇത് വിശേഷണത്തിലേക്ക് വരുന്നില്ല. മനസ്സിലായോ? ആ വിശേഷണം ആത്തതുകൊണ്ട് തന്നെ ഇത് എന്താണ്? ദ്വന്ദ്വ സമാസാണ് വരുന്നത്. ദ്വന്ദ്വ സമാസത്തിന്റെ ബാക്കി ഉദാഹരണം, ദിൻ ഓർ രാത്ത്, ദിൻ രാത്ത്. ദേവ് ഓർ അസുർ, ദേവാസുർ. ധൂബ് ഓർ ദീപ്, ധൂബ് ദീപ്. ധർമ്മ ഓർ അധർമ്മ, ധർമാധർമ്മ, ധർമ്മ ഓർ അധർമ്മ. പിന്നെ ചൽ ഓർ അജൽ, ചൽ ഓർ അചൽ, അചലാചൽ എന്നിങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് വാക്കുകൾ കൂടിച്ചേരുന്ന സമയത്ത് അവ രണ്ടിനും തുല്യമായ പ്രാധാന്യം വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദ്വന്ദ്വ സമാസമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് ബഹുവ്രീഹി സമാസാണ്. ബഹുവ്രീഹി സമാസ് ആറാമത്തത്. അതെങ്ങനെയാ നോക്കുക. ജിസ് സമസ്ത പദമേം പഹലാ പദ് ഓർ ദൂസരാ പദ് മിൽക്കർ, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ വാക്കുകൾ ചേർന്നിട്ട് കിസി തീസരെ ഓർ സങ്കേത് കർത്തേ, അതായത് വാക്കുകൾ നമ്മൾ സമാസിക്കുന്ന സമയത്ത് രണ്ടോ അതിലധികമോ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് ഈ രണ്ടിൻ്റെയും ക്വാളിറ്റി ഇല്ലാത്ത വേറൊരു അർത്ഥത്തെയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. അർത്ഥം അങ്ങനെയായിരിക്കും, പക്ഷെ വേറൊരു വാക്കിനെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിനെ നമുക്ക് ബഹുവ്രീഹി സമാസം എന്നാണ്. അതായത് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഇല്ലാതെ വേറൊരു വാക്കാ വരിക. അത് നമ്മൾ ബഹുവ്രീഹി സമാസം എന്നാണ് പറയുക. ഉദാഹരണം നമുക്ക് മനസ്സിലാവും. നോക്കൂ, ബഹുവ്രീഹി സമാസത്തിന്റെ ഉദാഹരണം, തീൻ നേത്ര ജിസ്കെ, അർത്ഥാത് മൂന്ന് കണ്ണ് ഉള്ളത് എന്തോ അതിനെ നമ്മൾ ത്രിലോചൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ത്രിലോചൻ, ത്രിലോചൻ. ഓക്കെ, അത് ആരെയാണ് ഉദ്ദേശിച്ചത്? ശിവനെയാണ്. അപ്പൊ നമ്മൾ തീൻ നേത്ര ജിസ്കെ അർത്ഥാത് മൂന്ന് കണ്ണുള്ളത് എന്തോ അത് ശിവൻ എന്ന അർത്ഥത്തിലേക്ക് വരും. ത്രിലോചൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് ഉദ്ദേശിച്ചത്? ശിവനെയാണ് ഉദ്ദേശിച്ചത്. അടുത്ത നീൽ ഹേ കണ്ട് ജിസ്കെ, നീലകണ്ഠമുള്ളത് ആരാണോ, തൊണ്ട നീലയായിട്ടുള്ളത് ആരാണോ, ശിവനാണ്. അപ്പൊ നീൽ ഹേ കണ്ട് എന്നുള്ളത് നമ്മൾ സംയുക്താകുന്ന സമയത്ത് നീലകണ്ഠ് എന്ന് കിട്ടും. നീലകണ്ഠ് എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ശിവനെയാണ്. അടുത്തത് ഗോപാൽ എന്ന് ഉദ്ദേശിച്ച ആരെ? കൃഷ്ണനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗോപാൽ എന്ന്. അത് ഗായോങ്ക പാലൻ വാല, പശുക്കളെ നോക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത്. അതിന് നമ്മൾ ഗോപാൽ ഉദ്ദേശിച്ച ഗോപാലനെ അല്ല, കൃഷ്ണനെയാണ്. നാട്ടില് അല്ലേ? അടുത്തത് നമ്മൾ നോക്കും, മുരളിക്കോ ധാരൻ കർണേവാല, മുരളിയെ ധരിക്കുന്നവൻ ആരാണ്? മുരളിയെ ധരിക്കുന്നവൻ അത് നമ്മൾ മുരളീധർ എന്നാണ് പറയുന്നത്, കൃഷ്ണനെയാണ് ഉദ്ദേശിച്ചത്. ദസ് ഹേ ആനന്ദ് ജിസ്കെ, ദസ് ഹേ ആനന്ദ് ഇസ്കെ അല്ലേ? 10 മുഖമുള്ളവൻ അല്ലേ? ആനന്ദ് എന്ന് പറഞ്ഞ മുഖം, 10 മുഖമുള്ളവൻ. തലയിൽ നോക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കാം അത് രാവണനാണ്, ദശാനൻ. അടുത്ത ചാർ മുഖ്യ ജിസ്കെ അല്ലേ? ചാർ മുഖ്യ ജിസ്കെ, ചാർ മുഖം എന്നാണ്, ചാർ മുഖാണ് ഇവിടെ വേണ്ടത് ശരിക്കില്ലേ? ഓക്കെ, ചാർ മുഖ് ഹേ ജിസ്കെ, അവന് ബ്രഹ്മ എന്ന് പറയും. ബ്രഹ്മാവിന് ചതുരാനൻ എന്ന് പറയും, 4 മുഖമുള്ളവൻ. ചക്രധാരൻ കർത്താ ഹേ ജോ, ആരാണോ ചക്രം ധരിക്കുന്നവൻ അതിനെ നമ്മൾ ചക്രധർ എന്ന് പറയും, വിഷ്ണുവിനെയാണ് ഉദ്ദേശിച്ചത്. അടുത്ത നമ്മൾ നോക്കൂ, അംശുമാലി, അംശുവും കിരണവും കി മാല രക്നെ വാല, അതിനെ നമ്മൾ സൂര്യനാണ് ഉദ്ദേശിച്ചത്. അടുത്ത് സിംഹേ വാഹൻ ജിസ്ക, സിംഹത്തിനെ വാഹനമായി ഉപയോഗിക്കുന്ന ആരാണ്? സിംഹവാഹിനിയാണ്, ഉദ്ദേശിച്ചത് ദുർഗയാണ്. അടുത്ത്
ജഗ് കെ സമാൻ ആനൻ ഹേ ജിസ്ക, ജഗ് കെ സമാൻ ആനൻ ഹേ ജിസ്ക, ആനയെ പോലുള്ള മുഖമുള്ളവൻ ആരാണോ അത് ഗജാനനാണ്. ഉദ്ദേശിച്ചത് ആരാണ്? ഗണേശൻ, ഗണപതിയാണ്. ലംബ ഉദർ ജിസ്ക, വലിയ വയറുള്ളത് ആരാണോ അതിനെ ലംബോദർ, വലിയ വയറുള്ളവൻ എന്ന് പറയും. പക്ഷെ ഉദ്ദേശിച്ചത് ആരാണ്? ഗണേശനെയാണ്, ഗണപതിയാണ്. ഓക്കെ, ഹൽക്കോ ധാരൺ കർണേ വാല, കലപ്പയെ ധരിക്കുന്നവൻ എന്നാണ് പറഞ്ഞത്. ആരാണ്? ഹൽദർ ആണ്. ഉദ്ദേശിച്ചത് ആരാണ്? ബലരാമാണ്. അടുത്ത് പവൻ കാ പുത്ര ഹേ ജോ, കാറ്റിന്റെ മകൻ എന്നുള്ളത് പവൻ സൂത്ത് എന്നാണ് പറയുക. പക്ഷെ ആരെയാണ് ഉദ്ദേശിച്ചത്? ഹനുമാനെയാണ് ഉദ്ദേശിച്ചത്. വീണാഹേ പാണി, അത് ഹാത്ത് മേ ജിസ്കെ, ആരുടെ കയ്യിലാണോ വീണ ഉള്ളത് അവളെ വീണാപാണി എന്ന് വിളിക്കും. വീണാപാണി ഉദ്ദേശിച്ചത് സരസ്വതിയെയാണ്. ഇങ്ങനെ നമ്മൾ എന്താണ് ഇതിന്റെ അർത്ഥം പറഞ്ഞത്? ജിസ് സമസ്ത പദമേം പഹലാ പദ് ഓർ ദൂസരാ പദ് മിൽക്കർ, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വാക്കുകൾ ചേർത്തിട്ട് കിസി തീസരെ കി ഓർ സങ്കേതകർത്തെ, മറ്റൊന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെങ്കിൽ, അദ്ദേഹത്തെയാണ് ഉദ്ദേശിച്ചെന്ന രീതിയിൽ അർത്ഥം വരുന്നുണ്ടെങ്കിൽ ഉസേ ബഹുവ്രീഹി സമാസ് എന്ന് പറയുന്നു. അതാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ നമുക്ക് വ്യക്തമായി പഠിക്കേണ്ടതുണ്ട് സമാസ്. അപ്പോൾ നമ്മൾ സമാസിൻ്റെ എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു ഉദാഹരണങ്ങൾ, ഓരോന്നിൻ്റെയും ഓരോ ഉദാഹരണങ്ങൾ നമ്മളിവിടെ വെക്കാൻ പോവുകയാണ്. നോക്കൂ, സമാസ് കെ ചെറൂബ് ഹെ, ഓരോന്നിൻ്റെ ഉദാഹരണം എങ്ങനെ വന്നു എന്നുള്ളത് പറയാം. ഒന്ന്, ആ ജന്മ എന്നുള്ളത് നോക്കൂ, ജന്മസെ ലേക്കർ, ആദ്യ പദത്തിന് പ്രാധാന്യം, അവ്യയ് ഭാവാണ്, പൂർവ്വപദത്തിന് പ്രാധാന്യം ഉള്ളത് കൊണ്ട് അത് എന്താണ്? ആ ജന്മം എന്നുള്ളത് ജന്മസെ ലേക്കർ, ഒന്നാമത്തെ പദത്തിന് പ്രാധാന്യം വന്നാൽ അതെന്താണ്? പൂർവ്വപദമാണ്. രണ്ടാമത്തെ സിർമേ ദർദ്, തലയിൽ വേദന, അതാണ് സിർദർദ്. രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യം വന്നാൽ തത്പുരുഷ സമാസാണ്, ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്നതാണ്. മൂന്നാമത്തെ നീൽ ഹേ ജോ കമൽ, നീല കളറുള്ള താമര, നീൽ കമൽ എന്ന ഒറ്റ വാക്കാണ്. അത് കർമ്മധാരയാവുന്നു. കാരണം എന്ത്? വിശേഷ് ഓർ വിശേഷ് ഏക് സാത്ത്, വിശേഷണവും വിശേഷയും ഒന്നിമിച്ച് ഒരു വാക്കായി നിലകൊള്ളുന്നുള്ളതുകൊണ്ടാണ്. ഇനി നവരത്ന, നവരത്നോ കാ സമൂഹം, 9 രത്നങ്ങളുടെ സമൂഹം, എണ്ണത്തെ സൂചിപ്പിക്കുന്നു നൗ എന്ന്. അതുകൊണ്ട് ദിഗു സമാസാണ്, സംഖ്യാവാചകമായതുകൊണ്ട്. അടുത്ത് മാതാ ഓർ പിത, അതിന് നമ്മൾ മാതാപിത അവർ ലോപിച്ചു പോകുന്നു. അത് ദ്വന്ദ് സമാസാണ്. ദോനോം പദ പ്രധാന ഹേ, 2 പദത്തിനും പ്രാധാന്യമുണ്ട്. പക്ഷേ ഇവിടെ നീലക്കമൽ 2 പദത്തിനും പ്രാധാന്യമുണ്ട്. പക്ഷേ ഒന്ന് നൗണും ഒന്ന് വിശേഷണമാണ്. ഇവിടെ അതല്ല, അവിടെ 2 നൗണാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? വിശേഷ ഓർ വിശേഷി ഏകസാത്ത്, വിശേഷണവും വിശേഷിയും ഒരുമിച്ച് നിൽക്കുന്നു. ഇവിടുത്തെ പ്രാധാന്യം എന്താണ്? ദോനവും പദപ്രധാൻ, 2ഉം ഈക്വലാണ് എന്നുള്ളതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അടുത്ത ചക്രപാണി, ചക്രഹേ പാണി ഹാത്മേ ജിസ്കെ, ആരുടെ കയ്യിലാണോ ചക്രമുള്ളത് വിഷ്ണുവിനെയാണ്. അതെന്താണ്? ബഹുവി സമാസാൻ, കാരണം തീസരെ പദക്കി സങ്കേത് കർത്തഹേ, മറ്റൊരു വാക്കിലേക്ക് നമ്മളെ സൂചന കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇതാണ് സമാസത്തിൻ്റെ 6 എണ്ണത്തിനെയും ഒറ്റയടിക്ക് നോക്കിയാൽ നമ്മൾ കാണേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സമാസം ക്വസ്റ്റ്യൻ പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എൻ്റെ മക്കൾക്ക് തെറ്റിപ്പോവില്ല. ഓക്കെ, ഇതുപോലെ എക്സാമ്പിൾസ് നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റ് ഗ്രാമർ ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.